കഥ തുടരുന്നു. സന്തോഷിക്കേണ്ട സന്ദർഭം. പക്ഷേ ഷേർലി ഏങ്ങി കരഞ്ഞു. സാബുവിന് അസഹ്യമായ ദേഷ്യം. മുഖമടച്ചൊന്നങ്ങ് തന്നാലുണ്ടല്ലോ. നിനക്കിപ്പോൾ എന്തിൻ്റെ കുറവാടി? നീ നിൻ്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തു. എന്തിന് ഞങ്ങൾ നിൻ്റെ പുറകെ നിന്നതേയുള്ളൂ. അന്യജാതിക്കാരനായ ഒരുത്തൻ്റെ ഒപ്പം പോയി. കൊന്നുകളയേണ്ടത് അന്ന്. ഞങ്ങൾ പുറത്തു. ഒടുവിൽ അവിടുന്ന് സർവ്വതും ഇട്ടെറിഞ്ഞ് പോന്നു. അപ്പോഴും ഞങ്ങൾ നിന്നെ താങ്ങി. വേറെ ഏതാ ആങ്ങളമാരാടി അതിന് തയ്യാറാവുക? അവനെ വേണ്ട, കൊച്ചുങ്ങളെ മതി. കൊച്ചുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ചാകുമെന്ന് പറഞ്ഞവളാ. ഇപ്പം അവൻ കൊച്ചുങ്ങളെയും വിട്ടു തന്നു. ഇനിയും നിന്റെ മുഖത്ത് സന്തോഷമില്ലല്ലേ? നിന്നെ തെരണ്ടി വെച്ച് തല്ലിക്കൊല്ലണം. ഒറ്റ ശ്വാസത്തിലാണ് സാബു പറഞ്ഞത്. ഷേർലി പണിപ്പെട്ട് സങ്കടം ഒതുക്കി. തൻ്റെ മനസ്സ് ആർക്കും മനസ്സിലാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. സ്നേഹമില്ലാതെയല്ല താൻ രവിയേട്ടനെ വിട്ടു പോകുന്നത്. കുട്ടികളെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞത് വാശിയുടെ പേരിലല്ല. ആലോചിക്കുമ്പോൾ തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് തന്നെ അവളിപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ താനറിയാതെ തെറ്റുകളിൽ അകപ്പെട്ടു പോയി. കാഴ്ചക്കാർക്ക് മുഴുവൻ പഴിക്കാം. അന്യജാതിക്കാരുടെ പുറകെ ഇറങ്ങിപ്പോയവൾ, മകളെ ജീവനൊപ്പം സ്നേഹിച്ച പപ്പായെ കൊലയ്ക്ക് കൊടുത്തവൾ. സത്യം ദൈവം മാത്രം അറിയുന്നു. രവിയേട്ടൻ്റെ ഒപ്പം ജീവിതം ആരംഭിച്ചതോടെ ഇന്നത്തെ ഏതു പെണ്ണും സഹിക്കുന്നതിലപ്പുറം സഹിച്ചവളാണ് താൻ. എല്ലാവർക്കും വികൃതിക്കുട്ടിയായിരുന്ന ഷേർലി രവീന്ദ്രൻ നായരുടെ വീട്ടിൽ ഒരു മിണ്ടാ പ്രാണിയായി. അമ്മയുടെ ചിട്ടകൾ അക്ഷരം പ്രതി അനുസരിച്ച് രവിയേട്ടൻ്റെ സ്വാർത്ഥതകൾക്കും കീഴടങ്ങി. സ്ത്രീ സഹജമായ ആഗ്രഹങ്ങളൊന്നും മുന്നോട്ട് വച്ചിട്ടില്ല. അതിനുവേണ്ടി വഴക്കിട്ടിട്ടില്ല. കിട്ടിയതുകൊണ്ട് അങ്ങേയറ്റം തൃപ്തിപ്പെട്ടതിലധികം സന്തോഷം പുറമെ പ്രകടമാക്കി. ഒരേ ഒരു ആവശ്യമേ രവിയേട്ടനോട് ആവശ്യപ്പെട്ടുള്ളൂ. അത് പ്രാണവായു പോലെ പ്രധാനപ്പെട്ടതായിരുന്നു. ഷേർലി എന്ന മനുഷ്യസ്ത്രീക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അത് അത്യാവശ്യവുമായിരുന്നു. പപ്പായോട് പ്രായശ്ചിത്തം ചെയ്യുക. അതിനനുവദിച്ചില്ലെന്ന് മാത്രമല്ല, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ തള്ളി പറയുകയും ചെയ്തു അദ്ദേഹം. ഒരു സ്ത്രീക്ക് എന്തിനാണ് ചാരിത്ര്യം? സ്വന്തം പുരുഷനെ ബോധ്യപ്പെടുത്താൻ. ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും തൻ്റെ ഒപ്പമുള്ള പുരുഷനെങ്കിലും സ്വന്തം പരിശുദ്ധി മനസ്സിലാക്കിയില്ലെങ്കിൽ അവൾ കരിക്കട്ടയാണ്. ഇവിടെ രവിയേട്ടന് ഷേർലിയുടെ പരിശുദ്ധിയിൽ സംശയമില്ല. വാശിക്ക് വേണ്ടിയാണ് അങ്ങനെയൊരു വാക്കു പറഞ്ഞത്. പക്ഷേ ഷേർലിയെ സംബന്ധിച്ചിടത്തോളം അത് മതിയായിരുന്നു. ഒരു സാധാരണ സ്ത്രീയല്ലേ ഷേർലി? ഭർത്താവിന് വേണ്ടി അത്രയധികം സഹിച്ചവളാണ്. അങ്ങനെ ഒരു പെണ്ണിനെ തൻ്റെ സങ്കടം മനസ്സിലാവൂ. ഇറങ്ങിപ്പോന്നു. രവിയേട്ടന് ഇഷ്ടമല്ലാതെയല്ല, പപ്പായുടെ അഭിമാനം രക്ഷിക്കാൻ. പപ്പായെ ഉപേക്ഷിച്ചു പോയ മകൾ തിരിച്ചു വരികയായിരുന്നു. പപ്പ അനുവദിക്കാതെ ഇനി മടക്കമില്ല. അനുവദിക്കാനായി മണ്ണിൽ ലയിച്ചു പോയ ആൾ മടങ്ങി വരികയുമില്ല. ഇതിപ്പോൾ ഷേർലിയുടെ പാപപരിഹാരമാണ്. സ്നേഹനൊമ്പരത്തിൻ്റെ തീയ്. ഇപ്പോൾ കുട്ടികളെ വിട്ടു തന്നിരിക്കുന്നു അദ്ദേഹം. പെട്ടെന്നുള്ള ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണ്? ഏതോ ആശുപത്രിയിലാണെന്ന് കേട്ടു. എന്തുപറ്റി എൻ്റെ രവിയേട്ടന്? ഓടി അരികിലെത്തണമെന്നുണ്ട് ഷേർലിക്ക്. ആ മുന്നിൽ മുട്ടുകുത്തി നിന്ന് മാപ്പ് പറയണം. ചെയ്യാത്ത തെറ്റിനുള്ള മാപ്പ്. പക്ഷേ പപ്പ അനുവദിക്കാതെ ഷേർലി എങ്ങനെ പോകും? രവീന്ദ്രൻ നായരുടെ അറിയിപ്പ് പ്രകാരം ഇരുകക്ഷികളും കേസിൽ നിന്നും പിന്തിരിഞ്ഞു. രവിക്ക് കുട്ടികളെ വേണ്ട. കൂടാതെ വിവാഹമോചനത്തിന് അയാൾക്ക് പൂർണ്ണ സമ്മതമാണ്. രവിയേട്ടന് വിവാഹമോചനം ആവശ്യമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കാൻ ഷേർലിയും സന്നദ്ധയാണ്. അക്കാര്യം കോടതിയിൽ അറിയിച്ചിരുന്നു. ഒരു തരത്തിലും ഒന്നിച്ചു ജീവിക്കാൻ തയ്യാറല്ലാത്ത രണ്ടു വ്യക്തികളെ തമ്മിൽ ബലമായി പിടിച്ചു ചേർക്കേണ്ട ആവശ്യം കോടതിക്കുമില്ലല്ലോ. അങ്ങനെ അന്നത്തെ വിധി പൂർണ്ണമായും അവർക്ക് അനുകൂലമായി. മടങ്ങുമ്പോൾ ഈറൻ മിഴികളോടെ പിൻസീറ്റിൽ മുഖം താഴ്ത്തിയിരുന്നിരുന്ന ഷേർലിയോട് റോണി ചോദിച്ചു, ഇനിയെങ്കിലും ആയിരിക്കും പെണ്ണേ. നീ ആഗ്രഹിച്ചതൊക്കെ സാധിച്ചില്ലേ? മുൻസീറ്റിൽ സാബു ഉണ്ടായിരുന്നുകൊണ്ട് ഷേർലി ശബ്ദം താഴ്ത്തിയാണ് മറുപടി പറഞ്ഞത്. കുഞ്ഞുങ്ങളെ എന്നിൽ നിന്നും പിടിച്ചുകൊണ്ടു പോകരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. വിവാഹമോചനം എൻ്റെ ആവശ്യമല്ലായിരുന്നു. അകന്നു കഴിയുന്ന രണ്ടു പേർക്കുമിടയിൽ എന്തിനാ മോളെ ചുമ്മാ ബന്ധത്തിൻ്റെ ഒരു നൂല്? നിനക്ക് ആവശ്യമില്ലെങ്കിലും രവിയെ സംബന്ധിച്ച് ഒരു പുനർവിവാഹം ആവശ്യമായി വന്നാൽ? ഷേർലി വല്ലാത്ത അസ്വാസ്ഥ്യമുണ്ടായി. രവിയേട്ടൻ പുനർവിവാഹത്തിനാവുക, ഇപ്പോഴും അത് അവൾക്ക് ഓർക്കാൻ പോലും അസാധ്യമായിരുന്നു. രവിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം ആവശ്യം തന്നെയാണ്. റോണി തുടർന്നു. ഭാര്യയില്ല, മക്കളില്ല, സ്വന്തമെന്ന് പറയാൻ ആരും ഒപ്പമില്ല. അയാൾ എങ്ങനെ ജീവിക്കും? റോണി ചായൻ തനിച്ച് ജീവിക്കുന്നില്ലേ? ഷേർലി ചോദിച്ചു. അതുപോലെയല്ല ഇത്. റോണി ചിരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം തനിച്ചാവുക എന്നതൊരു പ്രശ്നമല്ല. ക്രിയേറ്റീവായി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ അവസ്ഥയാ സുഖം. എന്നാൽ രവി അങ്ങനെയല്ല. നീയും കുഞ്ഞുങ്ങളും പോന്ന ശേഷം അയാൾ എത്ര മാറിയെന്ന് നീ തന്നെ കണ്ടതാണല്ലോ. അയാൾക്ക് തനിച്ച് ജീവിക്കാൻ കഴിയില്ല. അയാൾ തനിച്ച് ജീവിക്കാനും പാടില്ല. വളരെ നിയന്ത്രിച്ചിട്ടും ഷേർലിയിൽ നിന്ന് ഒരു ഏങ്ങൽ പുറത്തു ചാടി. എന്താ മോളെ, എന്താ നിനക്ക്? റോണി അവളുടെ ചുമലിൽ തട്ടി. എനിക്ക് രവിയേട്ടനൊന്ന് കാണണമെന്ന് തോന്നുന്നു. ഷേർലി പൊട്ടിക്കരഞ്ഞു. സാബുവിൻ്റെ കാതിലും അതെത്തി. അയാൾ വണ്ടി നിർത്തി. കാലം എത്ര പുരോഗമിച്ചാലും പെൺചൊല്ല് എന്നൊന്നുണ്ട്. പെണ്ണ് പറയുന്നത് പ്രമാണമാക്കാൻ പാടില്ല. പെണ്ണിനെ ആണുങ്ങൾ നയിക്കണം. നിർണായക സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പെണ്ണിന് കഴിയില്ല. പെണ്ണിൻ്റെ തീരുമാനങ്ങൾ ദുർബലങ്ങളായിരിക്കും. അതിന് തെളിവാണ് നീ, സാബു ഷേർലിയോട് പറഞ്ഞു.
നിന്നെ നയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി. നീ ചെയ്തതൊക്കെ തെറ്റി. ഇനി നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്ക് പെണ്ണേ. നിന്നെ പോലൊരു പാവം പെണ്ണിനെ വേദനിപ്പിച്ചതിന് ഇന്നല്ലെങ്കിൽ നാളെ അവൻ തിരിച്ചു വരും. നോക്കിക്കോ. ഇനി ഞാനല്ലേ ചായ തിരിച്ചു ചെല്ലേണ്ടത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷേർലി ചോദിച്ചു. ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം എൻ്റെ രവിയേട്ടൻ അനുവദിച്ചു തന്നു. ഇനി ഞാനല്ലേ തോൽക്കേണ്ടത്? ഇനി തോറ്റിട്ട് എന്തുവാടി കഴുത പ്രയോജനം? അവനും നീയും തമ്മിൽ ഇനി എന്തു ബന്ധം? അവനിപ്പോൾ നിനക്ക് അന്യനല്ലേ? എന്ത് കാരണം പറഞ്ഞ് നീ ഇനി അവൻ്റെ അടുത്തോട്ട് ചെല്ലും? പുനർവിവാഹം ഉദ്ദേശിച്ചാണ് അവൻ വിവാഹമോചനം നേടിയതെങ്കിൽ നീ ഇനി വലിഞ്ഞു കയറി ചെല്ലുന്നത് നാണക്കേടല്ലേടി? ഷേർലിയുടെ ശിരസ് താണു. ഉത്തരം മുട്ടി. സാബു ചിരിച്ചു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പെൺബുദ്ധി പിൻബുദ്ധിന്ന്. പെണ്ണിന് സ്നേഹമുണ്ട്, മനസാക്ഷിയുണ്ട്, മനസ്സലിവുണ്ട്. പക്ഷേ തക്ക സമയത്ത് തീരുമാനമെടുക്കാനുള്ള സാമർഥ്യമില്ല. അവളുടെ തീരുമാനങ്ങൾ ബാലിശമായിരിക്കും. സാബു വീണ്ടും വണ്ടിയെടുത്തു. വീട്ടിലെത്തും വരെ ഷേർലിയിൽ പിന്നെ ശബ്ദമോ ചലനമോ ഉണ്ടായില്ല. വീട്ടിലെത്തിയിട്ടും ഷേർലി കുട്ടികളെയും ചേർത്ത് നിർത്തിപ്പിടിച്ച് സ്വന്തം മുറിയിൽ കിടന്നതേയുള്ളൂ. ഗ്രേസമ്മ ചെന്ന് പല വട്ടം വിളിച്ചിട്ടും ആഹാരം കഴിക്കാൻ പോലും അവൾ എഴുന്നേറ്റ് വന്നില്ല. ഒടുവിൽ സീന ചെന്ന് വിളിച്ചു. എന്താ ഷേർലി തൻ്റെ പ്രശ്നം? ഷേർലിയുടെ അരികിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് അവൾ തിരക്കി. എന്തായാലും പറയേ, ഇങ്ങനെ തളർന്ന് കിടന്നുകൊണ്ട് കാര്യമില്ല. ഷേർലി പറഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയും. പിരിഞ്ഞുവെങ്കിലും നിയമം കൊണ്ട് വെട്ടിമുറിക്കപ്പെടുമ്പോൾ നൊമ്പരം അനുഭവപ്പെടുക സ്വാഭാവികമാണ്. അല്ലേലും ഞാനും സാബുവും തമ്മിലുള്ളതുപോലെ ഒരു സാധാരണ ബന്ധമായിരുന്നില്ലല്ലോ നിങ്ങളുടേത്. എന്നാലും ഇനിയിപ്പോൾ മറക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. കഴിഞ്ഞതിലേക്കൊന്നും തിരിഞ്ഞു നോക്കുകയേ വേണ്ട. ഷേർലി മെല്ലെ എഴുന്നേറ്റിരുന്നു. അഴിഞ്ഞൊഴിഞ്ഞ മുടി കെട്ടിവെച്ചു. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി സീന, ഷേർലി പറഞ്ഞു. താൻ എന്നെ സഹായിക്കുമെങ്കിൽ. ഇതെന്ത് ചോദ്യം ഷേർലി? സീന കണ്ണുമിഴിച്ചു. എന്നാലാകുന്ന എല്ലാ തരത്തിലും ഞാൻ തന്നെ സഹായിക്കും. താൻ എന്നെ വെറും നാത്തൂനായി മാത്രം കരുതരുത്. പെട്ടെന്നിപ്പോൾ രവിയേട്ടൻ കുട്ടികളെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരാനുള്ള കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. രവിയേട്ടനെ എന്തു പറ്റി? അതോർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല. സത്യത്തെ സധൈര്യം നേരിടാൻ ഷേർലിക്ക് ആവുമെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ കാരണം, സീന പറഞ്ഞു. ഷേർലി അത്ഭുതത്തിലും ആകാംക്ഷയിലും നാത്തൂൻ്റെ മുഖത്തേക്ക് നോക്കി. കുട്ടികളെ വിട്ടുകിട്ടണമെന്ന് രവി വാശി പിടിച്ചത് ഷേർലിയെ തിരിച്ചു കൊണ്ടു ചെല്ലാൻ വേണ്ടിയായിരുന്നു. അത് പ്രയാസമാണെന്ന് മനസ്സിലായതും രവി ആ ശ്രമം ഉപേക്ഷിച്ചു. ഷേർലിയില്ലാതെ കുട്ടികളെ കിട്ടിയിട്ട് എന്താ കാര്യം? മാത്രമല്ല അയാളുടെ വാശിയും അടങ്ങിക്കാണും. കുറേശ്ശെ ഷേർലിയെ മറക്കാൻ ആരംഭിച്ചിരിക്കും. പ്രേരണ നൽകാൻ ആ ചേട്ടന്മാരുണ്ടല്ലോ. മറ്റു വല്ല പ്ലാനുണ്ടെങ്കിൽ കുട്ടികളില്ലാതിരിക്കുന്നതല്ലേ സൗകര്യമെന്നും വിചാരിച്ചു കാണും. മറ്റു വല്ല പ്ലാനോ? ഷേർലി കണ്ണുമിഴിച്ചു. എന്നുവെച്ചാൽ പുനർവിവാഹം. ആളുകൾ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നത് മിക്കവാറും പുനർവിവാഹം ലക്ഷ്യമായിരിക്കുമല്ലോ. ഷേർലിയുടെ മുഖം മങ്ങി, ചുണ്ടുകൾ വിതുമ്പി. അവളിൽ നിന്നും ആങ്ങലുകൾ ഉയർന്നു. ഇനി കരയാൻ പാടില്ല മോളെ, സീന ഭർത്തൃ സഹോദരിയെ ചേർത്ത് പിടിച്ചു. ഇന്നലെ വരെ നിനക്ക് തിരിച്ചു ചെല്ലാൻ സന്ദർഭമുണ്ടായിരുന്നു. ഇനി അതേപ്പറ്റിയോർത്ത് ദുഃഖിക്കുന്നത് മൗഢ്യമാണ്. ഒരാഴ്ചത്തേക്ക് ഷേർലി പോസ്റ്റ് ഓഫീസിൽ നിന്നും അവധിയെടുത്തിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ പള്ളിയിൽ പോയി പപ്പായുടെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. അകത്ത് കത്തിക്കാനായി കൊണ്ടുവന്നിരുന്ന മെഴുകുതിരികളിൽ നിന്നും ഒരെണ്ണം എടുത്ത് കല്ലറയിൽ കത്തിച്ചു വെച്ചു. നല്ല കാറ്റുള്ള സമയമാണ്. കൈ മറപ്പിടിച്ചാണ് കത്തിച്ചത്. 2 വട്ടവും കൈയെടുത്ത ഉടൻ മെഴുകുതിരി അണഞ്ഞു. 3ാമത് കത്തിക്ക് മുമ്പേ അവൾ കല്ലറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. എൻ്റെ പ്രിയപ്പെട്ട പപ്പ, ഷേർലി മൗനമായി വിളിച്ചു. എനിക്കൊരു മനസ്സമാധാനവുമില്ല. പപ്പായോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഞാൻ രവിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. തിരിച്ചു പോകാതെ വാശിക്ക് ഇവിടെ പിടിച്ചു നിന്നതും എനിക്കിനി എന്തു വേണമെന്ന് അറിയുന്നില്ല. മനസ്സുകൊണ്ട് എന്നേ ഞാൻ രവിയുടെ മുന്നിൽ പരാജയം സമ്മതിച്ചു. പക്ഷേ ഈ ശരീരവുമായി തിരികെ ചെല്ലാൻ കഴിയാതെ പ്രാണനൊമ്പരം അനുഭവിക്കുകയാണ് ഞാൻ. ഞാനിവിടെ നിന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെയാവും. ഞാൻ എന്തു വേണം പപ്പ? ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണമോ അതോ രവിയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണമോ? അവൾ വീണ്ടും ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. കാറ്റിൻ്റെ ചൂളം അവളുടെ കാതിൽ വന്നരച്ചു. പപ്പായുടെ മറുപടി എന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതോടെ കല്ലറയിലേക്ക് അവൾ മുഖം അണച്ചു വെച്ച് തേങ്ങി. ഒരു മെഴുകുതിരി പോലെ ഞാൻ നീറി ദഹിക്കുകയാണ് പപ്പ. ചെയ്ത് തെറ്റിപ്പോർത്തിട്ട് പപ്പയുടെ പൊന്നുമോൾക്ക് നേരായ വഴി കാട്ടിത്തരില്ലേ? അതോ കാറ്റിൽപ്പെട്ട തോണി പോലെ ഞാൻ എങ്ങും എത്താതെ? ഷേർലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മൂത്ത മകൻ യദു ഷേർലിയെ കെട്ടിപ്പിടിച്ചു. അമ്മ എന്തിനാ കരയുന്നേ? കരയുകയല്ല മോനെ, ഷേർലി മകനെ തഴുകി ആശ്വസിപ്പിച്ചു. അമ്മ വല്യച്ഛനോട് സങ്കടം പറയവാ. വല്യപ്പച്ചൻ എന്താ അമ്മേ? ഇളയവൾ ദേവി ചോദിച്ചു. നമ്മുടെ ഒപ്പമുണ്ട് മോളെ, ഷേർലി മകളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് കല്ലറയിലേക്ക് നോക്കി. ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് എനിക്കൊരു മറുപടി താ പപ്പ. അവൾ വീണ്ടും തീപ്പെട്ടിയെടുത്തു. ഞാൻ തിരിച്ചു പോകുന്നതിൽ പപ്പായ്ക്ക് എതിർപ്പില്ലെങ്കിൽ ഇനിയെങ്കിലും ഈ മെഴുകുതിരി തെളിഞ്ഞു കത്തും. ഞാനും കുഞ്ഞുങ്ങളും പടികളിറങ്ങി മറയുവോളമെങ്കിലും കാറ്റ് ആ ദൈവത്തെ കെടുത്തുകയില്ല. ഞാൻ തിരിച്ചു പോകുന്നത് പപ്പായ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത്തവണയും ഈ മെഴുകുതിരി കത്തുകയില്ല. അങ്ങനെയെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും പപ്പായുടെ ഷേർലി മോളെ ഇവിടം വിട്ട് പോവുകയുമില്ല. ഇത്തവണയെങ്കിലും പപ്പ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം, എന്നെ അനുഗ്രഹിക്കണം.
ഷേർലി ശ്രദ്ധാപൂർവ്വം തീപ്പെട്ടി ഉരച്ചു. കൈ മറപ്പിടിച്ച് ദീപത്തെ കാത്തുകൊണ്ട് മെഴുകുതിരിയിലേക്ക് പകർന്നു. ദീപം തെളിഞ്ഞ് കത്തും വരെ അവൾ കൈത്തലങ്ങൾ കൊണ്ട് അതിനെ സംരക്ഷിച്ചു. ഇത്തവണ മെഴുകുതിരി അണഞ്ഞില്ല. പപ്പ, ഞാൻ ഇന്ന് തന്നെ രവിയേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഷേർലി തിരിഞ്ഞു നടന്നു. പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോഴും ഷേർലി തിരിഞ്ഞു നോക്കി. അതിശയം, മെഴുകുതിരികൾ അണഞ്ഞിട്ടില്ല. ഷേർലി വീട്ടിലെത്തുമ്പോൾ പോസ്റ്റ് ഓഫീസിലെ ശിപ്പായി വിജയൻ മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ്റെ നാട്ടുകാരനായ വിജയൻ. ഷേർലി വല്ലാത്ത ഞെട്ടലും വ്യാപതവും ഉണ്ടായി. എന്താ വിജയ? കണ്ട മാത്രയിൽ ഷേർലി തിരക്കി. വിജയൻ ഷേർലിയുടെ അടുത്തേക്ക് നടന്നു വന്നു. രവി സാർ ആശുപത്രിയിലാണെന്ന് അന്നൊരിക്കൽ ഞാൻ പറഞ്ഞില്ലേ? വിജയൻ്റെ കണ്ടമിടറി. അദ്ദേഹത്തിൻ്റെ സ്ഥിതി അല്പം മോശമാണ്. നമ്മൾ തമ്മിൽ അറിയാവുന്ന സ്ഥിതിക്ക് ഒന്ന് വന്ന് അറിയിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ഒരു നിമിഷം സ്തബ്ധയായി നിന്നു ഷേർലി. പിന്നെ തിരക്കി. ഏത് ആശുപത്രിയിലാണ്? വിജയൻ ആശുപത്രിയുടെ പേര് പറഞ്ഞു. കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷേർലി അറിയിച്ചു. വേഗം ഒരു വണ്ടി പിടിക്ക്, ഞങ്ങളും വരുന്നു കൂടെ. വീട്ടിൽ ആങ്ങളമാർ 3 പേരും ഉണ്ടായിരുന്നു. ഷേർലി വരുന്നത് കാത്ത് മുന്നിലെ വരാന്തയിൽ തന്നെ നിന്നിരുന്നു മൂവരും. മക്കളുടെ പിന്നിൽ മമ്മിയും. ഷേർലി, സാബു വിളിച്ചു. അയാൾക്ക് സുഖമില്ലെങ്കിൽ ഒരാളെ വിട്ട് അറിയിക്കാമായിരുന്നില്ലേ? അറിഞ്ഞു കേട്ടു വേണോ നീ പോകാൻ? പ്രത്യേകിച്ചും ഡൈവോഴ്സ് കഴിഞ്ഞിരിക്കുമ്പം. നിന്നെ അവർക്ക് വായിൽ വരുന്നതെല്ലാം പറയാം. കെട്ടിക്കയറി ചെല്ലാനുള്ള അവകാശം നിനക്കില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോകും, ഷേർലി പറഞ്ഞു. എനിക്ക് ഭർത്താവിനെ വേണ്ടിയിട്ടല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ വേണം. ഇപ്പം നീ ചെന്നാൽ സ്വത്ത് മോഹിച്ച് ചെന്നതാണെന്നേ വരത്തുള്ളൂ. എനിക്ക് ആരുടെയും സ്വത്ത് വേണ്ട. അക്കാര്യം കുറച്ച് കഴിയുമ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാകും. അവൾ പോട്ടടാ, ഗ്രേസമ്മ പറഞ്ഞു. അവളുടെ സ്ഥാനത്ത് ഞാനായാലും ഇനി നിൽക്കത്തില്ല. അല്ലേലും അത് മര്യാദയുമല്ല. എന്ത് വാശിയുടെയും പിണക്കത്തിൻ്റെയും പേരിലായാലും കർത്താവിന് പൊറുക്കാൻ പറ്റുന്നതേ ചെയ്യാവൂ. മമ്മി പറഞ്ഞതാ ശരി, സീന പിന്താങ്ങി. പറ്റുവാണെങ്കിൽ ആരെങ്കിലും കൂടെ പോകേണ്ടതാ. ഷേർലിയെ തനിച്ചയക്കുന്നതാ തെറ്റ്. അവൾ ഇങ്ങോട്ട് വന്നത് കൊച്ചുങ്ങളെ കൊണ്ട് തനിച്ചല്ലയോ? സുനിൽ ചോദിച്ചു. അത് പറഞ്ഞയച്ചവൻ്റെ വകതിരിവുകേട്, ഗ്രേസമ്മ പറഞ്ഞു. അതുപോലെ നമ്മൾ പെരുമാറണമെന്നുണ്ടോ? പെണ്ണ് നമ്മുടേതാ. അവൾക്ക് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ നമ്മൾക്ക് അതെണ്ണം. എങ്കിൽ ഞാൻ കൊണ്ടുപോകാം അവളെ, റോണി പറഞ്ഞു. എന്നിട്ട് ഷേർലിയെ നോക്കി. ഞാനും വരാവടി. പിന്നെ സുനിലിനോട് പറഞ്ഞു. സുനിലെ, നീ പോയി കാറ് വിളിച്ചോണ്ട് വാ. അല്ലെങ്കിൽ വർക്കിച്ചായൻ്റെ കടയിലോട്ട് വിളിച്ച് പറഞ്ഞാലും മതി, ഒരു വണ്ടി അയക്കാൻ. സുനിൽ ഒരു ടാക്സി അയക്കാൻ വർക്കിച്ചൻ്റെ കടയിലോട്ട് ഫോണിൽ വിളിച്ചറിയിച്ചു. റോണി തിടുക്കത്തിൽ വേഷം മാറി. നീയും കൊച്ചുങ്ങളും വേഷം മാറുന്നില്ലേ മോളെ? ഗ്രേസമ്മ ഷേർലിയോട് തിരക്കി. പള്ളിയിൽ പോയ വേഷമല്ലയോ, ഇത് മതി, ഷേർലി പറഞ്ഞു. അപ്പോഴേക്കും ഗേറ്റിൽ ടാക്സി എത്തി. മക്കളെയും കൊണ്ട് ഷേർലി പിന്നിൽ കയറി. റോണിയും പിന്നിലിരുന്നു. വിവരം അറിയിക്കാൻ വന്ന വിജയൻ മുന്നിൽ കയറി. ബസ് സ്റ്റാൻഡിൽ അയാൾ ഇറങ്ങുകയും ചെയ്തു. ഇവിടുന്ന് എനിക്ക് ബസ് കിട്ടും. 2 പേരെയും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല. എന്തിനാ പിന്നെ വാശിയും വൈരാഗ്യോ? യാത്ര പറഞ്ഞ് അയാൾ പിരിഞ്ഞു. രവിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ചിലപ്പോൾ മോശമായ പെരുമാറ്റമാവാം ഉണ്ടാവുക, റോണി ഷേർലിയോട് പറഞ്ഞു. ഒരു കണക്കിന് പരാജയപ്പെട്ടു ചെല്ലുകയാണ് നീ. വിജയികൾ ഉന്മത്തരാണെങ്കിൽ അതിൻ്റെ അഹന്ത കാണിച്ചെന്ന് വരും. കാണിച്ചോട്ടെ. സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് രവിയേട്ടൻ എത്ര വലുതാണെന്ന് അകന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഇനി രവിയേട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ തിരിച്ചു പോരുന്ന പ്രശ്നമേ ഇല്ല. ആ അരികിലിരുന്ന് എനിക്ക് ശുശ്രൂഷിക്കണം. റോണിച്ചായനെങ്കിലും വന്ന് തിരക്കിയാൽ മതി. നീ എന്നും നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മുറുകെ പിടിച്ചവളല്ലേ? ആയിക്കോട്ടെ, എനിക്കൊരു വിരോധവുമില്ല. പിന്നെ നിൻ്റെ ഷെയർ ഇവിടെ കിടക്കുന്നുണ്ട്, അതും അങ്ങ് തന്നേക്കാം. ഇനി കൂടെ ഓടി വീട്ടിലേക്ക് പോരണ്ട. സാബുചായനൊക്കെ അപ്പപ്പോൾ തോന്നുന്ന ഓരോ അഭിപ്രായങ്ങൾ പറയും. എല്ലാം കൂടി നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. പിന്നീട് ആശുപത്രിയിലെത്തും വരെ ആ വിഷയത്തെക്കുറിച്ച് സംസാരമൊന്നും ഉണ്ടായില്ല. അച്ഛനെ കാണാൻ പോകുന്നതിൽ കുട്ടികൾക്ക് നിറഞ്ഞ സന്തോഷമായിരുന്നു, പ്രത്യേകിച്ചും യദുവിനും ദേവിക്കും. ഇന്നു മുതൽ ഞാൻ അച്ഛൻ്റെ കൂടെ ഉറങ്ങണത്, ദേവി കൊതി പറഞ്ഞു. ഓ, പെണ്ണ് മാത്രമല്ല, ഞാനും അച്ഛൻ്റെ കൂടെ ഉറങ്ങണത്, യദു. ചേട്ടൻ വലിയ ചെറുക്കനായില്ലേ, ചേട്ടനെ അച്ഛൻ്റെ കൂടെ എടുത്തത്തില്ലല്ലോ. ദേവി യദുവിനെ ചുണ്ടി പിടിപ്പിക്കാനുള്ള പുറപ്പാടാണ്. റോണിയും കുട്ടികളുടെ കൂടെ കൂടി. അയാൾ ഇക്കിളിയിട്ടുകൊണ്ട് പോളിനോട് ചോദിച്ചു. പോൾമോൻ ആരോടൊപ്പം ഉറങ്ങണത്? അച്ഛ എന്ന് പോൾ കൊഞ്ചി. ഷേർലി കുഞ്ഞുമോനെ ചേർത്ത് പിടിച്ചു. പൊടുന്നനെ അവളിൽ ഭീതി ഉണർന്നു. പോൾമോനോടുള്ള രവിയേട്ടൻ്റെ മനോഭാവം ഇപ്പോൾ എങ്ങനെയുണ്ടാവും? പോൾ എന്ന പേര് അവന് പതിഞ്ഞു പോയിരിക്കുന്നു. ഇതാരാ എന്ന് ചോദിച്ചാൽ പോൾമോൻ എന്ന് അവൻ മറുപടി നൽകും. മോന് പോൾ എന്ന് പേരിട്ടതിൻ്റെ പേരിലാണ് രവിയേട്ടൻ തന്നോട് വഴക്കിട്ടത്. താൻ ആ വീട് വിട്ട് ഇറങ്ങി പോരേണ്ടി വന്നതും. ഇപ്പോഴും അവൻ പോളാണ്. പോളായിട്ടാണ് അവൻ അച്ഛൻ രവീന്ദ്രൻ നായരെ കാണാൻ ചെല്ലുന്നത്. രവിയേട്ടൻ ഈ മോനെ സ്വീകരിക്കുമോ അതോ തള്ളിപ്പറയുമോ? അദ്ദേഹം തൻ്റെ പൊന്നുമോനെ തള്ളിപ്പറഞ്ഞാൽ താൻ എന്താണ് ചെയ്യുക? മകൻ്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ കീഴടങ്ങുമോ? ഇപ്പോഴും പഴയപടി സങ്കുചിതമാണ് ആ മനസ്സെങ്കിൽ തനിക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയുമോ? തിരിച്ചിനി മടങ്ങില്ല എന്ന് തീരുമാനിച്ചതാണ്. അതെ, തിരിച്ചിനി മടക്കമില്ല. അന്യമതത്തിൽപ്പെട്ടവരുമായി വിവാഹബന്ധത്തിന് മുതിർന്നവർ മതത്തിനപ്പുറം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവരായിരിക്കണം. സ്വന്തം മതത്തിൽ ഒരംഗത്തെ കൂടി ചേർക്കാനായിരിക്കരുത് അന്യമതത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നത്.
ആ പാഠം മനസ്സിലാക്കാനുള്ള മാറ്റം രവിയേട്ടൻ്റെ മനസ്സിനുണ്ടായിരുന്നെങ്കിൽ ഷേർലിയും 3 കുഞ്ഞുങ്ങളും ആ കാൽക്കൽ കിടന്ന് പിടഞ്ഞു മരിക്കും. അവൾ തീരുമാനമെടുത്തു. പോൾ എന്നത് തനിക്ക് മതപരമായ ഒരു പേരല്ല, തൻ്റെ പപ്പായുടെ പേരാണ്. അതുമാത്രമാണ് തനിക്ക് ആ പേരുമായുള്ള ബന്ധം. അത് രവിയേട്ടൻ മനസ്സിലാക്കണം. അത്രയും മനസ്സലിവെങ്കിലും തന്നോട് കാണിക്കണം. രവിയേട്ടനെ കൂടാതെ സമാധാനമായ ജീവിതം മുന്നോട്ട് പോകാനാവാതെ പരാജിതയായി പരീക്ഷീണയായി തിരിച്ചു ചെല്ലുന്ന ഭാര്യയാണ് താൻ. വണ്ടി ആശുപത്രിയുടെ പോർച്ചിലെത്തും വരെ ഷേർലി ചിന്തയിലായിരുന്നു. രവീന്ദ്രൻ നായരെ ആദ്യമായി കണ്ടതു മുതൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോരുന്നത് വരെയുള്ള ഓരോ നിമിഷങ്ങളും ഒരു സിനിമയിലേതെന്ന പോലെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തൻ്റെ പക്ഷത്ത് തെറ്റായി ഒന്നും സംഭവിച്ചതായി ഇപ്പോഴും അവൾ കരുതുന്നില്ല. നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കുകയും പൊറുക്കുകയും സ്നേഹിക്കുകയുമേ ചെയ്തിട്ടുള്ളൂ, സഹിക്കുകയുമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും പരാജിതയായി തിരിച്ചു വരികയാണ് താൻ. ഉള്ളു നിറയെ സ്നേഹമുള്ളതുകൊണ്ട് സ്നേഹത്തിനെ പൊറുക്കാൻ കഴിയൂ, തോൽക്കാൻ കഴിയൂ. ഷേർലിക്ക് ഇപ്പോൾ വിഷമമില്ല, അഭിമാനമാണ്. രവിയേട്ടനോട് പൊറുക്കാനും തക്ക സമയത്ത് തിരിച്ചു വരാനും കഴിഞ്ഞല്ലോ. ഒരു പക്ഷേ ഒന്നിച്ചൊരു ജീവിതം, അല്ലെങ്കിൽ മരണം. രണ്ടായാലും ഷേർലിയുടെ മനസ്സ് തിരയടങ്ങിയ തീരം പോലെ ശാന്തമായിരുന്നു. ആശുപത്രിയുടെ പോർച്ചിൽ കാർ നിന്നതും റോണി ഇറങ്ങിയിട്ട് ഷേർലിയോട് പറഞ്ഞു, മോൾ കാറിലിരുന്നാൽ മതി, ഞാൻ ചെന്ന് അന്വേഷിച്ചിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലായിടത്തും തിരഞ്ഞു നടക്കണ്ടേ? ബഹുനില കെട്ടിടമാണ്, ഫ്ലോറും വാർഡും നമ്പറും ഒക്കെ തിരക്കി അറിയണം. ചിലപ്പോൾ വിസിറ്റേഴ്സ് ടൈം നോക്കേണ്ടി വരും. അതിലെല്ലാം ഉപരി രവിക്ക് എന്താണ് അസുഖം, അയാളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മുൻകൂർ മനസ്സിലാക്കുകയായിരുന്നു റോണിയുടെ ഉദ്ദേശം. വിവരം അറിയിക്കാൻ വന്ന വിജയൻ്റെ വർത്തമാനം കേട്ടിട്ട് രവി അപകടനിലയിലാണെന്ന സൂചനയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഷേർലിയുടെ മനസ്സലിയിക്കാൻ അല്പം നിറം കലർത്തി പറഞ്ഞതുമാവാം. എന്നാൽ അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പെട്ടെന്ന് ആ വിവരം ഷേർലി അറിയുന്നത് ആപത്താണ്. അവൾക്ക് സഹിക്കാൻ കഴിയില്ല. പിണങ്ങി പിരിഞ്ഞു കഴിഞ്ഞിരുന്ന നാളുകളിലും രവിയെ അവൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് റോണിക്കറിയാം. തിരിച്ചു പോയിക്കോളൂ എന്ന് ന്യായയുക്തം നിർബന്ധിക്കാൻ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ അന്നേ അവൾ തിരിച്ചു പോകുമായിരുന്നെന്ന് റോണി കരുതുന്നു. അല്ലെങ്കിലും മമ്മിയുടെ പ്രകൃതമാണ് അവൾക്ക്. പിണക്കവും ശുണ്ഠിയും പ്രകടിപ്പിക്കാനല്ലാതെ മനസ്സുകൊണ്ട് ആരെയും വെറുക്കാൻ കഴിയില്ല. ഒരിക്കൽ സ്നേഹിച്ചാൽ ആ ബന്ധം എന്നും ഒരു തേങ്ങലായി ഉള്ളിൽ കിടക്കും. റോണി നേരെ റിസപ്ഷനിലെത്തി. പരിഷ്കൃത വേഷമണിഞ്ഞ 4-5 സുന്ദരിമാർ നിരന്നിരിക്കുന്നു. തിരക്കുള്ള ആശുപത്രിയാണ്. റിസപ്ഷനിൽ തിരക്കി. എല്ലാവരോടും മറുപടി പറയാൻ ആ 5 പെൺകൊടിമാർ മതിയാവുന്നില്ല. അല്പം മാറി ഒരു ഇൻഫർമേഷൻ കൗണ്ടർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും തിരക്ക്. രവീന്ദ്രൻ നായർ എന്ന പേഷ്യൻറ്റിനെ കുറിച്ച് തിരക്കിയപ്പോൾ കൗണ്ടറിലെ പെൺകുട്ടി ചോദ്യം ഉന്നയിച്ചു. എന്തസുഖമായി വന്നതാ? റോണിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു അത്. ഒടുവിൽ രവിയുടെ മേൽവിലാസവും ജോലിയും വയസ്സുമൊക്കെ റോണി പറഞ്ഞു കൊടുത്തു. പല ഫയലുകൾ മറിച്ചു നോക്കി. കുറേ സമയത്തിന് ശേഷം മുക്കിയും മൂളിയുമാണ് പെൺകുട്ടി മറുപടി നൽകിയത്. ഒരു രവീന്ദ്രൻ നായർ ഇന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ സ്ഥലമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഡിസ്ചാർജ് ആയോ? ഓ, റൂമുകളുടെ ഫയലാണിത്. ഇന്നാണ് റൂം ഒഴിഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു അയാളുടെ അസുഖം? അതൊന്നും ഈ ഫയലിലില്ല. പേഷ്യൻറ്റിൻ്റെ ആരാ നിങ്ങൾ? ഒരു ബന്ധുവാണ്. എങ്കിൽ വീട്ടിൽ അന്വേഷിക്കുന്നതാണ് നല്ലത്. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് റോണി താങ്ക്സ് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. തിരികെ കാറിനരികിലെത്തി. കുട്ടികളെ അകത്തിരുത്തി പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു ഷേർലി. അവളുടെ മുഖത്ത് സംഭ്രമം പ്രകടമായിരുന്നു. റോണി ചായൻ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. പിന്നെ തിരിഞ്ഞ് കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് മക്കളെ വിളിച്ചു. ഇറങ്ങി വാ മക്കളെ, ദേ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാം. പക്ഷേ കുട്ടികൾ പുറത്തേക്ക് വരും മുമ്പ് റോണി ചെന്ന് തടഞ്ഞു. വെറുതെ അവരെ വിളിച്ചിറക്കണ്ട. രവി ഡിസ്ചാർജ് ആയി പോയെന്ന് അറിഞ്ഞത്. ഷേർലിക്ക് അത്ഭുതമായി. പോയോ? എപ്പോൾ? ഇന്ന് ഡിസ്ചാർജ് ആയി എന്നാണ് പറഞ്ഞത്. ഇന്നോ? അസുഖം എന്തായിരുന്നു? അതൊന്നും അവർക്കറിയില്ല. ട്രീറ്റ് ചെയ്ത ഡോക്ടറെ ചോദിച്ചാൽ അറിയാമല്ലോ. ട്രീറ്റ് ചെയ്ത ഡോക്ടറെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഡിസ്ചാർജായി പോയി എന്ന് മാത്രമാണ് റിസപ്ഷനിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഡിസ്ചാർജായി വീട്ടിലേക്കായിരിക്കുമല്ലോ പോയിട്ടുള്ളത്, റോണി പറഞ്ഞു. അതിന് വീട്ടിലേക്കാണോ പോയതെന്ന് അറിയില്ലല്ലോ. വീട്ടിലേക്കല്ലാതെ പിന്നെ എവിടെ പോകാനാ? തനിച്ച് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ചിലപ്പോൾ ഏട്ടന്മാരുടെ വീട്ടിലെങ്ങാനുമാണോ പോയിരിക്കുന്നതെന്നാ എൻ്റെ സംശയം. ഏതായാലും ആദ്യം രവിയുടെ വീട്ടിൽ ചെന്ന് നോക്കാം. നീ കാറിൽ കയറ്, റോണി പറഞ്ഞു. വണ്ടി വിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഷേർലിക്ക് വീണ്ടും സംശയം. ഡിസ്ചാർജ് ചെയ്തു എന്ന് തന്നെയാണോ പറഞ്ഞത്? പിന്നെ? റോണി ഷേർലിയുടെ നേർക്ക് കണ്ണുരുട്ടി. വിജയൻ്റെ സംസാരത്തിൽ നിന്ന് തീരെ വയ്യെന്നാ തോന്നിയത്. ആ നിലയ്ക്ക് ഇത്ര വേഗം ഡിസ്ചാർജായി പോരുമോ? പിന്നെ എന്താണെന്നാ നിൻ്റെ വിചാരം? വേറെ വല്ല ഹോസ്പിറ്റലിലേക്കും? ഏതായാലും രവിയുടെ വീട്ടിലൊന്ന് തിരക്കിയിട്ട് ബാക്കി. എന്തോ എനിക്കൊരു സമാധാനമില്ല റോണി ചായ. ഷേർലി കരയാൻ തുടങ്ങി. അരമണിക്കൂർ കൂടി നിനക്ക് ക്ഷമിച്ചൂടെ ഷേർലി? റോണി ചോദിച്ചു. ഷേർലി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുകർന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ എത്ര ആശിച്ചതാ അവരുടെ അച്ഛനെ കാണാൻ. എന്നിട്ട് ഷേർലി വിങ്ങിപ്പൊട്ടി. റോണി അവളുടെ വായ പൊത്തിപ്പിടിച്ചു. നീ സന്തോഷമായിരിക്കും പെണ്ണേ. രവി അസുഖം മാറി വീട്ടിലെത്തിയിട്ടുണ്ട്. നിന്നെയും കുട്ടികളെയും കാണുമ്പോൾ അവൻ്റെ സർവ്വപ്രയാസവും മാറും. നിനക്കും സന്തോഷമാവും. അതോടെ ഷേർലിയും സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവർ രവിയുടെ വീടിൻ്റെ പടിപ്പുരയുടെ മുന്നിലെത്തി. കാർ നിന്നതും പിൻവാതിൽ തുറന്ന് ഷേർലി ഇറങ്ങി. പടിപ്പുരയുടെ മുന്നിലും മുറ്റത്തും ആൾക്കൂട്ടം.
നെഞ്ചിൽ കൈ ചേർത്തുകൊണ്ട് ഷേർലി റോണിയെ നോക്കി. മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന റോണിയുടെ മുഖത്തു ഭീതി. റോണി ചായ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷേർലി റോണിയുടെ കയ്യിൽ പിടിച്ചു. എന്താ ഇത്? പടിപ്പുര കടന്ന് വീടിനുള്ളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, പുറത്തേക്ക് വരുന്നവരുമുണ്ട്. ഷേർലിയുടെ ചുമലിലൂടെ കൈയിട്ട് റോണി ചേർത്ത് പിടിച്ചു. സമാധാനിക്കൂ എന്നൊരു സന്ദേശം അയാളുടെ പെരുമാറ്റത്തിലുണ്ടായിരുന്നു. അരുതാത്തത് എന്തോ സംഭവിച്ചിരിക്കുന്നു. അതെന്താണെന്ന് അരികിലൂടെ കടന്നു പോകുന്നവരോട് അന്വേഷിക്കാൻ പോലും ആവാത്ത അവസ്ഥ. അപ്പോഴേക്കും ഒരാൾ പരിചിതഭാവത്തിൽ ഷേർലിയെ നോക്കി ആരാഞ്ഞു. മിസ്സിസ് രവീന്ദ്രൻ ഇപ്പോൾ എത്തിയതേയുള്ളോ? ചോദ്യം കേട്ട് അയാളെ വിഷണയായി നോക്കിയതല്ലാതെ ഷേർലി ശബ്ദിച്ചില്ല. 1 മണിക്കൂറേ ആയുള്ളൂ ബോഡി എത്തിയിട്ട്, പറഞ്ഞിട്ട് അയാൾ നടന്നു. റോണി ചായ, റോണിയുടെ നെഞ്ചിലേക്ക് വീണു ഷേർലി ആർത്തലച്ച് കരഞ്ഞു. വിവരം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോരെ മോളെ? റോണി വിങ്ങിപ്പൊട്ടി. എനിക്കിനി ഒന്നും അറിയണ്ട, എനിക്കിനി ഒന്നും അറിയാനില്ല. എനിക്കെൻ്റെ രവിയേട്ടനെ കാണണം. കുഞ്ഞുങ്ങളെപ്പോലും ശ്രദ്ധിക്കാതെ ഷേർലി പടിപ്പുര ഭാഗത്തേക്ക് ഓടി. കഥ തുടരും.